നമസ്കാരം. വെൽക്കം ടു SGPSC. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഇനി ഒരു ഘട്ടം കൂടി ബാക്കി നിൽക്കെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2022 കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന് അല്ലെ KSFE, KSCB തുടങ്ങിയ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെ സിലബസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കാം. ഈ പറയുന്ന ജനറൽ നോളജ് ഭാഗമുണ്ട്, പിന്നീട് ജനറൽ നോളജ് ഭാഗവും, പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു, പിന്നെ അരിത്തമെറ്റിക്, ജനറൽ ഇംഗ്ലീഷ്, പിന്നെ റീജിയണൽ ലാംഗ്വേജ്. ഇതിൽ ഹിസ്റ്ററിക്ക് ഇവർ തന്നിരിക്കുന്ന 5 മാർക്കാണ്, ജോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള ഗവേണൻസിനാണ് 10 മാർക്ക് നൽകിയിരിക്കുന്നത്. മുമ്പത്തെ വ്യത്യസ്തമായിട്ട് 10 മാർക്ക് കേരള ഗവേണൻസിനാണ് നൽകിയിരിക്കുന്നത്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ 5 മാർക്ക്, സ്പോർട്സ് ഉൾപ്പെടെ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇമ്പോർട്ടന്റ് ആക്ട്സ് RTA മുതലുള്ള ഇമ്പോർട്ടന്റ് ആക്ട്സിന് 5 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 15 മാർക്കാണ് നൽകിയത്. കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്. പിന്നെ ഉള്ളത് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, പിന്നെ ഉള്ളത് മലയാളം, കന്നഡ, തമിഴ്, റീജിയണൽ ലാംഗ്വേജ്. അതിന് 10 മാർക്ക് വീതം. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇത്. നിലവിൽ ഇതുവരെ പുതിയ സിലബസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പം ഇതിൽ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ക്ലാസ് SGPSC ഒരുക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കുവാണെങ്കിൽ കേരള ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്. ഇതില് ഈ ലിറ്റററി സോഴ്സ് ഓഫ് കേരള, ഇപ്പൊ അടുത്തായിട്ട് യുണൈറ്റഡ് കേരള മൂവ്മെന്റ് അധികം ചോദിച്ചു കാണുന്നില്ല. ബാക്കി എല്ലാത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ആണെങ്കിൽ പൊളിറ്റിക്കൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, പിന്നീടുണ്ടായ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, ഇന്ത്യസ് ഇൻഡിപെൻഡന്റ്, ഇനി പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ് എഡ്യൂക്കേഷൻ. അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഡെവലപ്മെന്റ് ഇൻ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി എന്ന് കുറച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, ഇന്ത്യസ് ഇൻഡിപെൻഡൻസി അല്ലെ ഇൻഡിപെൻഡന്റ്, ഇനി ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി. ഇതിൽ നിന്നൊക്കെയാണ് കൂടെ ചോദ്യം വന്നത്. എന്നാൽ വേൾഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹിസ്റ്ററി 5 മാർക്കിനെ ഉള്ളെങ്കിലും വേൾഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിക്കകത്ത് ഗ്രീൻ റവല്യൂഷൻ ഇംഗ്ലണ്ട് ആയാലും, അമേരിക്കൻ വാർ ആയാലും, ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും, റഷ്യൻ റവല്യൂഷൻ ആയാലും, ചൈനീസ് റവല്യൂഷൻ ആയാലും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് UN ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണ് പ്രിലിംസ് പരീക്ഷയ്ക്ക് UN ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓർഗനൈസേഷന്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ എല്ലാ ടോപ്പിക്സും ആവശ്യമായിട്ട് ഉള്ള കാര്യമാണ്. UN പഴയ കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും പുതിയ കാര്യങ്ങളാണ് ചോദിച്ചത്. അവയുടെ ഒരു അബ്രിവേഷൻ ആണ് ഇപ്പോൾ ഇത്തവണ ചോദിച്ചത്. ഇനി ജോഗ്രഫിക്കകത്ത് എല്ലാ കാര്യങ്ങളും, ജോഗ്രഫിക്കകത്ത് ബേസിക്സ് ഓഫ് ജോഗ്രഫി, ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ. ഇപ്പൊ ഈ അവസാനം നടന്ന പരീക്ഷയ്ക്കും എർത്ത് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിഫ എന്താണെന്ന് ചോദിച്ചിരുന്നു. റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്. ഓക്കെ, അത് മാത്രമല്ല ഈ ജോഗ്രഫിക് ഇൻഡിക്കേഷൻ, മാപ്സ്, ടോപ്പോഗ്രഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇനി ഇന്ത്യൻ ജോഗ്രഫി വരുവാണെങ്കിൽ ഫിസിയോഗ്രഫി ആയാലും, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ് ആയാലും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൽ ഈ അവസാനത്തെ പോയിന്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന പരീക്ഷയ്ക്ക്, അവസാനമായി നടന്ന പരീക്ഷയ്ക്ക് പോലും ഇപ്പോ ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അപ്പം റെയിൽവേസ്, വാട്ടർ, റോഡ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്ന് നോക്കിക്കൊണ്ട് പോകണം. ഇനി കേരള ജോഗ്രഫി ചോദിക്കുകയാണെങ്കിൽ അതിൽ ഫിസിയോഗ്രഫി വേണം, അത് അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ റിവേഴ്സ് ഇപ്പൊ ഈ ഇടയ്ക്കും ചോദിച്ചിട്ടുണ്ട്, ഈ കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഈ ക്ലൈമറ്റ് ആൻഡ് നാച്ചുറൽ വെജിറ്റേഷൻ, ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റവും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി എക്കണോമിക്സ് നോക്കിയാൽ എക്കണോമിക്സ് 5 മാർക്കേ ഉള്ളൂ. താരതമ്യേന കുറച്ച് സിലബസ് മാത്രമേ ഉള്ളൂ എക്കണോമിക്സ് പഠിക്കാനായിട്ട്. പഠിച്ചാൽ നമുക്ക് 5 മാർക്ക് കിട്ടുന്നതുമാണ്. 5 ഇയർ പ്ലാൻസ് ഇപ്പൊ നടന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ന്യൂ എക്കണോമിക് റിഫോംസ്, അല്ലെ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ് ഇൻ ഇന്ത്യ, GST. ഇതെല്ലാം എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്.
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധപ്പെട്ട എല്ലാ പോയിന്റ്സും അത്യാവശ്യം ആവശ്യമുള്ളത് തന്നെയാണ്. ഇതിൽ ഒഴിവാക്കാനായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. ഇനി കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ പുതുതായിട്ട് പ്രിലിംസിനെ അപേക്ഷിച്ച് മെയിൻസിലുള്ള ടോപ്പിക്ക് കേരള ഗവേണൻസ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിൽ സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ഓക്കെ, ഇ ഗവേണൻസ്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദെയർ ഡെഫിഷ്യൻസി ഡിസീസ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ്, ഹെൽത്ത് സെക്ടർ, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അപ്പോൾ ഡിസീസ് ഒരു ചോദ്യം തന്നെയാണ്. വിറ്റാമിൻസ്, മിനറൽസും ഡെഫിഷ്യൻസി ഡിസീസും ഒരു ചോദ്യം തന്നെയാണ്. ഈ രണ്ടാമത്തതും മൂന്നാമത്തതും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരെ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ എല്ലാം തന്നെ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്, യൂണിറ്റ്സ്, മെഷർമെന്റ്, അല്ലെങ്കിൽ മോഷൻ ആയാലും, അല്ലെങ്കിൽ ലൈറ്റ് ആയാലും, ഇപ്പൊ ചലനവുമായിട്ട് ബന്ധപ്പെട്ടതായാലും, ലൈറ്റ് ആയാലും, സൗണ്ട് ആയാലും, ഫോഴ്സ് ആയാലും, ബലവുമായിട്ട് ബന്ധപ്പെട്ടതായാലും, ഗ്രാവിറ്റേഷൻ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം ഈ ഫോഴ്സ് ആയാലും, സൗണ്ട് ആയാലും, ലൈറ്റും, പിന്നെ ഇമോഷൻ, ചലനവുമായിട്ട് ബന്ധപ്പെട്ടതായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നോക്കിയിട്ട് തന്നെ പോകണം. ഇനി ആറ്റം, മോളിക്യൂൾ, എലമെന്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അലോട്രോപ്പി ചോദിക്കാം. അലോട്രോപ്പി ചോദിച്ചിട്ടുണ്ട്, ഗ്യാസ് ലോസ് ചോദിച്ചിട്ടുണ്ട്, എലമെന്റ്സ് ചോദിക്കുന്നുണ്ട്, മെറ്റൽ നോൺ മെറ്റൽസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അലോയ്സ്, ബേസസ്, pH വാല്യൂ, ആസിഡ്സ്, ഇതിനെ കുറിച്ച് എല്ലാം ചോദ്യമുണ്ട്. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, ഇതിൽ നിന്ന് വളരെ വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും മോഹിനിയാട്ടം, ഈ അടുത്തിടെ നടന്ന പരീക്ഷയ്ക്ക് മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അത് ഇതിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിലും വരാം, അല്ലാതെയും നമുക്ക് ചോദ്യങ്ങൾ വരാം. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാറുണ്ട്, ലിറ്ററേച്ചറുമായിട്ടും ബന്ധപ്പെട്ട് ചോദ്യമുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിനകത്ത് വരുന്നത് ഈ ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, ഇതെല്ലാം ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. സോഫ്റ്റ്വെയർ മേഖലയിലും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം ചോദ്യങ്ങൾ വരുന്നതാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വിച്ചും ഹബും റൂട്ടറും ബ്രിഡ്ജും, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ, ഗേറ്റ് വേ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല. എല്ലാ പരീക്ഷയ്ക്കും ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യമുണ്ട്, ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യമുണ്ട്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ അത് പഠിക്കണം. പിന്നീട് ഉള്ളത് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വുമൺ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ, അത് പഠിക്കാനുണ്ട്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രൻ, അത് പഠിക്കാനുണ്ട്. ഇതിലാണ് പോക്സോ ആക്ട് ഒക്കെ വരുന്നത്, അത് ചോദിക്കും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് 15 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ഉള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇവയിൽ നിന്നും എല്ലാം കറണ്ട് അഫയേഴ്സ് ചോദിക്കാം. അഡീഷണൽ ആയും കറണ്ട് അഫയേഴ്സ് 15 മാർക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് ചെയ്യണം. നമ്മൾ മന്ത് വൈസ് പഠിച്ചു പോകണം. പിന്നെ ഉള്ളത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, റീജിയണൽ ലാംഗ്വേജ് ഏതാണോ അത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പറയാനുള്ളത്. അതിൽ കറണ്ട് അഫയേഴ്സ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇതിൽ നിന്ന് തന്നെ ഏകദേശം 45 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനുള്ള ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ 2026 ഡിഗ്രി കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റിന്റെ, KSFE KSEB ബോർഡ് അസിസ്റ്റന്റിന്റെ നമ്മൾ ഡിഗ്രി ലെവലിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. ആവശ്യമുള്ള ടോപ്പിക്സ് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്താൽ നമ്മൾ ആ ടോപ്പിക്ക് ഈ യൂട്യൂബ് ചാനൽ വഴി എടുക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും SGPSC എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈക്കും ഷെയറും നമുക്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. ഓക്കെ.